അത്തേ ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് നമ്മളൊരു 5-6 ദിവസമായിട്ട് പുറത്തുനിന്ന് തന്നെയാണ് ഭക്ഷണം മേടിക്കുന്നത്. കാര്യം നിങ്ങൾക്കറിയാം, ഉമ്മച്ചിക്ക് വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്നാണ് ഭക്ഷണം മേടിച്ച് കഴിക്കുന്നതൊക്കെ. അപ്പോൾ കൂടുതലും വെജിറ്റേറിയൻ ആയിരുന്നു മേടിച്ചത്. വെജിറ്റേറിയൻ മേടിച്ച് കഴിച്ച് മടുത്ത്. അപ്പോൾ ഇന്നെത്തി എന്തെങ്കിലും ഞാൻ ബീഫ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും ബീഫ് കൊണ്ടൊരു വ്യത്യസ്തമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കി തരാമോ? എന്തോ ഉണ്ടാക്കും? അമ്മയ്ക്കങ്ങ് മേടിച്ച് വെച്ചോ. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ മോൻ പറഞ്ഞ സത്യമായ ഒരു കാര്യം എന്നാണെന്നറിയോ, കുറച്ച് ദിവസമായിട്ട് നമ്മളെന്തെങ്കിലും ചോറും ഒക്കെ എന്തെങ്കിലുമൊക്കെ വെക്കും. പിന്നെ ചിലപ്പോൾ മിക്കപ്പോഴും ഹോട്ടലിൽ നിന്നൊക്കെ ആയിരിക്കും മേടിക്കുന്നത്. കാരണം ഷംലാക്ക് വയ്യാത്തതുകൊണ്ട് അറിയാമല്ലോ, അപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ അവതാളത്തിലായിരുന്നു. അപ്പം ഒത്തിരി ദിവസമായി എന്തെങ്കിലുമൊക്കെ ശരിക്കും നല്ലൊരു ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് യൂട്യൂബിൻ്റെ അകത്തും ഇടുന്നുമില്ലായിരുന്നു. അപ്പോൾ പുള്ളി രാവിലെ ഒരു കിലോ ഇറച്ചിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്താ ആ ഇറച്ചി കൊണ്ട് എന്താ ചെയ്യണം? നമുക്കൊരു ബീഫ് വളർത്തി ചെയ്യാം. 1 കിലോ ഇറച്ചിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഇറച്ചിക്കായാലും മീനൊക്കെ ആണെങ്കിലും കോഴിക്കൊക്കെ നല്ല വിലയാണ്. ഇപ്പോൾ നമ്മൾ ബീഫെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരല്പം നെയ്യൊക്കെ ഉണ്ട് കേട്ടോ. ബീഫിന് ഒരല്പം നെയ്യുള്ളത് നല്ല ടേസ്റ്റ് തന്നെ. ഇവിടുത്തെ ഒരുപാടല്ല, കുറച്ച്. എല്ലാം കഴുകി വൃത്തിയാക്കിക്കൊണ്ട് നമുക്ക് പണി നടത്തിയേക്കാം. അപ്പോൾ നമ്മൾ ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി ഇതേ വെള്ളം ഒന്ന് വാരാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇതുപോലെ കുക്കർ എടുക്കാം. കുക്കറിനകത്താകുമ്പോൾ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാമല്ലോ. ഈ ഇറച്ചിയല്ല അതിൻ്റെ അകത്തോട്ട്. ഇത് പലർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെ. അറിയാൻ പറ്റിയ ഐറ്റമൊന്നുമല്ല. മിക്ക വീടുകളിലും വീട്ടമ്മമാർക്കൊക്കെ അറിയാം. പിന്നെ ഹോട്ടലിലും റെസ്റ്റോറൻറ്റുകളൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു വലിയ കഷ്ണം കറുവാപ്പട്ട ഞാൻ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ടിരിക്കുന്നതാണ്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു 3-4 ഏലക്ക, ഒരു 5 ഗ്രാമ്പും അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനിയും വേണ്ടത് കുറച്ച് പൊടികളായിട്ടുമാണ്. ഇപ്പം നമുക്ക് വേണ്ടത്, ഞാൻ ഇതേപോലെ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അടുത്തായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളൊക്കെ നമുക്ക് രണ്ടാമത് കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം ആദ്യമേ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അടുത്തായിട്ട് വേണ്ട 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അത് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് കുറച്ച് ഉപ്പ് പൊടി, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ അകത്ത് അത്യാവശ്യം പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നല്ല പറഞ്ഞ് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കട്ടെ. ചട്ടവും കൊണ്ടോ കൈ കൊണ്ടോ ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇറച്ചിക്കകത്ത് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ വെള്ളം ഒരല്പം വേണം. വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരല്പം വെള്ളം ഒഴിക്കുകയാണ്. അതിന് ശേഷം ഒന്ന് ഇളക്കി. കാര്യം ഇറച്ചി ഒന്ന് വേഗത്തക്ക രീതി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ, എന്നാൽ കൂടുകയും ചെയ്യട്ടെ. ഇനി ഇത് നല്ലപോലെ ഒന്ന് അടച്ച് അവിടെ വയ്ക്കട്ടെ. അടുപ്പൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യട്ടെ. അടുപ്പ് വരച്ചതിന് ശേഷം നമ്മൾ ഈ കുക്കറിന് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഓരോ രീതിയിലുള്ള വേവാണ്. ഇത് ഏകദേശം ഒരു 8-10 വിസിലൊന്ന് അടിക്കട്ടെ. ചിലതാണെങ്കിൽ ഒരു 15 വിസിലടിച്ചാലും ചിലത് വേഗത്തിൽ. ഇതേതായാലും ഒരു 8-10 വിസിലൊന്ന് അടിക്കട്ടെ. ഇനി ഇതിനാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. നമ്മളൊരു 3 സവോള എടുത്തിട്ടുണ്ട്. കാര്യം 1 കിലോ ബീഫിനുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. അതങ്ങോട്ട് അരിഞ്ഞെടുക്കട്ടെ. ഇതേപോലെ കനം കുറച്ചങ്ങോട്ട് അരിഞ്ഞ് വെക്കുക. സവോള അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് ഒരു തേങ്ങയുടെ പകുതി, ബീഫിനൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് തേങ്ങക്കൊത്തൊക്കെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ, എല്ലാവർക്കും അത് ഇഷ്ടമാണ്. അപ്പോൾ ആ തേങ്ങയും കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ കുക്കറ് ഒരു 6 വിസിലടിച്ചിട്ടുണ്ട്. തേങ്ങ കൊത്തുതണ്ടി ഇതേപോലെ നരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബാക്കി വിസിലൊന്ന് അടിക്കും. ഒരു 10 വിസിലടിച്ചിട്ടുണ്ട്. ഞാൻ തൽക്കാലം അടുപ്പൊന്ന് ഓഫ് ചെയ്തിട്ട് താഴോട്ട് വെക്കുകയാണ്. ഇനി ഇത് വെന്തോ ഇല്ലാതെ നമുക്ക് തുറന്നു നോക്കിയെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ. വെന്ത് കാണും എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. ഏതായാലും അല്പസമയം കഴിച്ചതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അടുപ്പ് ഒന്നുകൂടെ കത്തിച്ചിട്ട്
ഇതേപോലെ ഒരു കുഴിവുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പാത്രം ചൂടായതിന് ശേഷം നമുക്ക് ആദ്യമേ തന്നെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ ആവശ്യത്തിന് ചേർക്കാൻ ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. പിന്നെ ഇളക്കി കൊടുത്ത് ആദ്യമേ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചതിന് ശേഷം വേണം ബാക്കി തേങ്ങകളൊക്കെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് മൂക്കാതെ. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ തേങ്ങക്കൊത്തൊന്ന് മൂക്കേണ്ടത്. തേങ്ങക്കത്തൊക്കെ ഇതുണ്ട്. ഇതേപോലെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും 2-3 വാറ്റൽമുളക് നമ്മൾ മൂർച്ച അങ്ങോട്ടിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് കൂട്ടത്തിൽ ഇഞ്ചി വെളുത്തുള്ളി നമ്മളൊന്ന് ചതച്ചെടുത്താണ്. ഇപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ കണക്കിനുണ്ട്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ അകത്തിട്ട് നേരത്തെ അരച്ച് വെച്ചിരുന്ന സവോള അതും ഇട്ട് കൊടുക്കും. സവോള ഇട്ടതിന് ശേഷം നമുക്ക് ഇപ്പം ഞാൻ സവോള ചേർക്കുന്നേ ഉള്ളൂ. കൊച്ചുള്ളി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിന് സവോള പെട്ടെന്ന് അരിച്ചെടുത്തതേ ഉള്ളൂ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. ഇപ്പോഴത്തെ സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് ഒരു 2-3 പച്ചമുളക് നമ്മുടെ എരിവിൻ്റെ പാകത്തിന് ചേർക്കാമെന്നുള്ളൂ കേട്ടോ. ചിലർക്ക് ഇച്ചിരി എരിവ് മുന്നോട്ട് വേണം, ചിലർക്ക് എരിവ് കുറച്ച് മതി. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് ചേർക്കാമെന്നുള്ളൂ. ഇതേപോലെ ഞാൻ ഒരു 3 പച്ചമുളക് വെച്ചിട്ടുണ്ട്. ഈ കരിയാപ്പല അത് വേണം. അപ്പോൾ നമ്മൾ ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എണ്ണയൊക്കെ കുറവായിട്ട് തോന്നുവാണെങ്കിൽ അല്പം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ ഈ സവളയൊക്കെ ഒന്ന് ചുമന്ന് വരട്ടെ. ഒരല്പ സമയം കൂടെ വെയിറ്റ് ചെയ്യും. ഇപ്പോഴത്തെ സവളയൊക്കെ ഇതുണ്ട് ഒന്ന് ചുമന്ന് വരുന്നുണ്ട്. ഇതേപോലെ ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും തീ കുറച്ച് വെക്കും. ഇനി നമ്മൾ നേരത്തെ ചേർത്ത പൊടികളൊക്കെ കുറേശ്ശെ വീതം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ടോട്ടൽ നമ്മൾ ബീഫിന് ചേർത്തതിനെ കൂട്ടി 1.5 ടീസ്പൂണായിട്ട് എടുത്തിട്ടുള്ളൂ. അതേപോലെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇപ്പോൾ 2 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. ഒരല്പം കുരുമുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാമെന്നാണ്. ഈ കുരുമുളക് എരിവ് പാകത്തിന് അങ്ങനെ വേണം അത് ചേർത്ത് കൊടുക്കാൻ. ഒരല്പം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. അപ്പോൾ ടോട്ടൽ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്ത ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളുടെ ആ പച്ചച്ചവയുണ്ട് അതൊന്ന് മാറണം. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അത് മാറിയ ശേഷം വേണം നമുക്ക് ആ കുക്കറിൻ്റെ അകത്തുനിന്ന് ബീഫ് എടുത്തിടാൻ. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് നോക്കട്ടെ. 10 വിസിലടിച്ച് നോക്കട്ടെ വെന്തോ. ഏതായാലും പായത്തിന് വെന്തിട്ടുണ്ട്. ഇത് ഒരു 90% വെന്തിട്ടുണ്ട്. ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫും ഇതെല്ലാം കൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ബീഫിൻ്റെ അകത്ത് അല്പം വെള്ളമുണ്ട്, കുഴപ്പമില്ല. ആ വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. ഇനി നമുക്ക് ചെറിയ തീ ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. തീ കുറച്ച് വെച്ചാൽ മതി. കാര്യം ബീഫ് വെന്തിരിക്കുന്നതുകൊണ്ട് ചെറിയ തീയിൽ വേണം അത് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. ഏതായാലും നമുക്ക് ഒരു 5-6 മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇതിലേക്കൂടെ നമ്മുടെ പുട്ടുകുറ്റിക്കകത്ത് നിന്ന് ഏറ് പോകുന്നത് പോലെ ഈ സൈഡിലാണ് ഇതിൻ്റെ ഏറ് പോകുന്നത്. ഏതായാലും ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ആഹാ നല്ല കൊതിപ്പിക്കുന്ന മണമാണ് കേട്ടോ. ഇനി ഒന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി. ഇപ്പം ഞാൻ എണ്ണയൊക്കെ വളരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഈ പാത്രത്തിൽ നിന്ന് പറഞ്ഞാൽ എണ്ണ അധികം വേണ്ട. നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ട് അത് എണ്ണ വേണ്ട. അതല്ലാതെ ഇരുമ്പ് ചട്ടിക്കകത്തൊക്കെ ആണെങ്കിൽ എണ്ണ അല്പം വേണം. അത് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇനി ഇത് ഒരല്പ സമയം തുറന്നില്ല. കാര്യം ഇതിൻ്റെ അകത്ത് ആ വെള്ളമയുണ്ട് അത് മാറാനായിട്ട്. പിന്നെ ഈ സമയത്ത് തന്നെ അല്പം എടുത്ത് കഴിച്ചു നോക്കണം കേട്ടോ. എന്നാന്നറിയാം
ടേസ്റ്റ് നോക്കണം. വെള്ളം പോരാതിക്കുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എരിവും മസാലയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കും. നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് പാകാൻ. ഇതിനകത്ത് വെള്ളമയം ഉണ്ടെങ്കിൽ ഒന്ന് മാറാനായിട്ടാണ് ഇതുണ്ട്. ഒരല്പം വെള്ളമയമുണ്ട്. ഒരല്പസമയം കഴിയുമ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോകും. ഇപ്പോൾ അതിൻ്റെ അകത്ത് ആ വെള്ളമയമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇത് അടുപ്പത്തിരിക്കത്തോറും ഇതിങ്ങനെ കറക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അല്പസമയം കൂടെ അടുപ്പത്തിരുന്നാൽ മതി. ഇപ്പോൾ നല്ല കൊതിപ്പിക്കുന്ന രീതി അത് അടിപൊളിയായിട്ട് നമ്മൾ ബീഫ് ഉലർത്തി ചെയ്തിട്ടുണ്ട്. അടുപ്പത്തിരിക്കത്തോറും ഇത് കറുത്തോണ്ടിരിക്കും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല ഈ രീതിക്കാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏതായാലും നല്ല കൊതിപ്പിക്കുന്ന ഐറ്റം തന്നെ, ഒരു സംശയമില്ല. ബീഫും കൊണ്ടൊക്കെ നമ്മൾ പല രീതിയിൽ പല ഐറ്റങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു പക്ഷേ ഇതേപോലെ ബീഫ് ഉലർത്താൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ചെയ്തു നോക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതേപോലെ കൊതിപ്പിക്കുന്ന രീതി ബീഫ് ഉലർത്തി കിട്ടിയാൽ ആരാ കഴിക്കാത്തതല്ലേ. ബീഫ് കഴിക്കുന്നവരുടെ കാര്യമാണ്. തീർച്ചയായിട്ടും ഇത് നല്ല ഒന്നൊന്നര ഒരു ബീഫ് ഉലർത്താണ്. നിങ്ങൾ ഈ ബീഫ് ഉലർത്തി ഇതേപോലെയാണോ ചെയ്യുന്നത്? ഇല്ലെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കി. തീർച്ചയായിട്ടും നല്ല പൊളപ്പൻ ഐറ്റമാണിത്. ഒന്ന് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് കേട്ടോ. ചുമ്മാ പറഞ്ഞൊന്നുമല്ല. നിങ്ങളിത് ചെയ്ത് കഴിയുമ്പോൾ ഇതേ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കും. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോയിൽ പെട്ടെന്ന് വരും. ബൈ.